പക്ഷേ KCBC നിലപാടറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. വഖഫ് അല്ലെങ്കിൽ മുനമ്പത്ത് ജനങ്ങൾക്കൊപ്പം നിന്നില്ല എങ്കിൽ, വഖഫ് ബില്ലിനെ പിന്തുണച്ചില്ല എങ്കിൽ വോട്ടില്ല എന്നവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. ഇതെങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ ബാധിക്കുക? ഇതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അതെനിക്ക് ഓർമ്മ വരാം. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു പ്രയോഗമാണ്. ഈ കേരള ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. കാരണം കേരള ക്രിസ്ത്യൻസ് ആർ സ്ലേവ്സ്. അവർ ഒന്നില്ലെങ്കിൽ UDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമുക്കെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പോൾ കേരള ക്രിസ്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുകയാണ്. അവർ BJPയോട് പ്രജഡിസ്ഡ് ഓർ ബയാസ്ഡ് അല്ലെങ്കിൽ മുൻവിധിയിലാണ് നീങ്ങിയിരുന്നത്. അതിന് ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ KCBC പ്രസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം, അതായത് കാർഡിനൽ ബെസിലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ, ആ കർദിനാള് തന്നെ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത് വലിയ പ്രകമ്പനം കേരള രാഷ്ട്രീയത്തിലുണ്ടാകും. സാധാരണ ബിഷപ്പ്മാരൊക്കെ വളരെ മൈൽഡായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്നും പറയാം, പറഞ്ഞില്ല എന്നും പറയാം, അത്ര മൈൽഡായിട്ടേ പറയാറുള്ളൂ. പക്ഷേ ഇത് കാര്യം ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞില്ല, ഒരു ഡയറക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും തിങ്സ് ആർ വെരി എവിഡൻറ്റ്. അപ്പോൾ വലിയ ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഇതുവഴി വരാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റവും ഇതിൽ പ്രകടമാണ്. കാരണം ഇന്നിപ്പോൾ മുനമ്പം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, കേരള രാഷ്ട്രീയത്തിലും കേരള ചരിത്രത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ പോവാണ്. അതൊരു സ്ലീപ്പി ഒരു ഏരിയയാണ്, ആരും അറിയാത്ത അപ്രസക്തമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നമ്മൾക്കറിയാമല്ലോ, ഒരു കാലത്ത് ബംഗാളിൽ 1/4 നൂറ്റാണ്ടൊക്കെ അടുപ്പിച്ച് ഭരിച്ചൊരു പാർട്ടിയാണ് നമ്മുടെ CPM. ആ CPMനെ കടപ്പുഴക്കി എറിഞ്ഞത് 1-2 സ്ഥലങ്ങളാണ്, പ്രത്യേകിച്ച് നന്ദിഗ്രാം, പിന്നെ സിംഗൂർ എന്നൊക്കെ പറയുന്ന 1-2 സ്ഥലങ്ങളാണ്. അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമായിട്ട് മുനമ്പം മാറുകയാണ്. അവിടെ പക്ഷേ ഭയങ്കര വയലൻ്റായിട്ടുള്ള രീതിയിലാണ് മാറ്റം നടത്തിയത്. ഇവിടെ ആരും ഒന്നും ഒരു വയലൻസിനും പോകുന്നില്ല, എല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് സെറീനായിട്ടാണ് പോകുന്നത്. പക്ഷേ ചലനം ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ നമുക്കിപ്പോൾ അറിയാം, KCBC പ്രസിഡന്റ്, അതായത് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കാർഡിനൽ മാർ ബെസിലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ, അദ്ദേഹമാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ യോജിച്ചിട്ടാണ് വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, അതേപോലെ സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല മുതലായവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യാനായിട്ട് അനുകൂലമായ ജനപ്രതിനിധികൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോൺഗ്രസ്സിലെ MP-മാരൊക്കെ ഒന്ന് ഞെടങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MP-മാരായാലും MLA-മാരായാലും ചെയ്തുകൊണ്ടിരുന്ന വലിയ ചതിവാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരള അസംബ്ലിയിൽ കണ്ടു, നമുക്ക് 140 MLA-മാരുണ്ട്, അതിൽ തന്നെ ക്രിസ്ത്യൻ MLA-മാരുണ്ട്. അവരൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 140 MLA-മാരും കൂടി മുനമ്പത്തെ ദ്രോഹിക്കുന്ന രീതിയിൽ അവർ വോട്ട് ചെയ്ത് 140 പേരും പ്രഖ്യാപനം പാസ്സാക്കാനായിട്ട് വോട്ട് ചെയ്തായിരുന്നു. അത് മുനമ്പത്തെ ആൾക്കാരെ, പ്രത്യേകിച്ച് അവിടെ മജോറിറ്റി ക്രിസ്ത്യൻസാണ്, പിന്നെ SNDP-ക്കാർ കുറച്ച് പേരുണ്ട്, അവരൊക്കെയാണുള്ളത്. അവർക്കെല്ലാവർക്കും തലയ്ക്കടിക്കുന്ന പോലെയുള്ള രീതിയിലാണ് അവർ പെരുമാറിയത്, 140 പേരും കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്താ, ഇതേ രീതി തന്നെ ആവർത്തിക്കപ്പെടും. എവിടെ? പാർലമെൻറ്റിലും 20 പേരുണ്ട്, അതിൽ 18 പേര് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരെന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ ഹാരിസ് ബീരാൻ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഹാരിസ് ബീരാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സായാലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യും. എങ്ങനെ ഫൈറ്റ് ചെയ്യും? ഞങ്ങൾ കോടതിയിൽ പോകും. കോടതിയിൽ പോയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അല്ലാതെ ഇതിനനുകൂലമായിട്ട് വോട്ട് ചെയ്യില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം വേറൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഇന്ത്യ മുന്നണിയിൽ എല്ലാവരുടെയും അഭിപ്രായം ഇതാണെന്ന്. അതെന്ത് പ്രഖ്യാപനം അത്? IUML പറയുന്നതാണോ ഇന്ത്യ മുന്നണിയുടെ രീതി? IUML-ന്റെ പ്രഖ്യാപനം അതാണ്, ശരി, സമ്മതിച്ചു. വാട്ട് അബൌട്ട് ദി അതർ മെമ്പേഴ്സ്? ഈ ഇന്ത്യ മുന്നണിയിൽ മറ്റുള്ളവരുണ്ടല്ലോ, കോൺഗ്രസ്സോ കേരള കോൺഗ്രസ്സോ മറ്റാൾക്കാരൊക്കെ, അവരൊന്നും പറയണ്ട, അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കേരള രാഷ്ട്രീയത്തിൻ്റെ പോക്കാണ് അത് കാണിക്കുന്നത്. ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട്
LDFും UDFും അടിമപ്പണിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ട് ഈ മുനമ്പം പ്രശ്നമുണ്ടല്ലോ, അത് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടും. വാസ്തവത്തിൽ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഈ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദ് മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞൊരു സംഘടനയുണ്ട്, അതായത് അസാദുദ്ദീൻ ഒവൈസിയുടെ ഒക്കെ. അവരൊക്കെ അവിടെ നടത്തുന്ന പ്രഖ്യാപനം പ്രൊപ്പഗാൻഡ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ മോസ്കുകളും ഈദ്ഗാഹുകളും ഖബറിസ്ഥാനും അതേപോലെയുള്ള സ്ഥലങ്ങൾ ഒക്കെ തട്ടിയെടുക്കാനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു സൂത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിക്കാനാണ് അത് കൊണ്ടുവരുന്നതെന്നും പറഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ അവിടെ പലരും അത് വിശ്വസിക്കുകയും ചെയ്യും. കേരളത്തിലും ഇത് വിശ്വസിക്കുമായിരുന്നു. പക്ഷെ കേരളത്തിൽ ഇത് വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ മുനമ്പം ഉള്ളതാണ്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കാര്യത്തിൽ ദീപികയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അഡ്വർടൈസ്മെന്റിനും വോട്ടിനൊക്കെ വേണ്ടിയിട്ട് അവർ പ്രകടമായ പാർഷ്യാലിറ്റി കാണിക്കുമായിരുന്നു. അങ്ങനെ ഈ മുനമ്പം പ്രശ്നം തമസ്കരിക്കുകയായിരുന്നു എല്ലാ പത്രങ്ങളും, TV ചാനലുകളും. ആകെ ദീപിക മാത്രമേ ഇതിനെപ്പറ്റി എന്തെങ്കിലും ന്യൂസ് കൊടുക്കുമായിരുന്നുള്ളൂ. അതിൽ തന്നെ ഒരു ജോഷി മയ്യാറ്റിലച്ഛനാണ് പ്രധാനമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ദീപികയുടെ റീച്ചോ റേഞ്ചോ ഒക്കെ അല്പം കുറഞ്ഞാൽ പോലും അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ അസാദുദ്ദീൻ ഒവൈസി പറയുന്ന പോലെ ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ലാറ്റിൻ അച്ഛന്മാർ, ബിഷപ്പ്മാരൊക്കെ കുറച്ച് നാൾ എന്താ അവരൊരു ഇതിൽ ആക്റ്റീവായിട്ട് ഇടപെടാത്ത പോലെ തോന്നിയ ഒരു സ്റ്റേജിൽ, പക്ഷെ ഇപ്പോൾ അവരും കൂടി ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കേരള ബിഷപ്സ് കാത്തലിക് കോൺഫറൻസ് അല്ലെങ്കിൽ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കത്തോലിക്കരുടെ 3 വിഭാഗങ്ങളുണ്ട്. ഒന്ന് മലങ്കര കാത്തലിക്സ്, വേറൊന്ന് സിറിയൻ കാത്തലിക്സ്, പിന്നെ ഒരെണ്ണം ലാറ്റിൻ കാത്തലിക്സ്. ഈ 3 ഗ്രൂപ്പുകളും ഒരേപോലെ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോൺഗ്രസ് ഇങ്ങനെ ക്രിസ്ത്യൻസിനെതിരെ പതിവ് പോലെ പെരുമാറിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ കേരളത്തിൽ നാശത്തിലേക്ക് നയിക്കും. മാത്രമല്ല, ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെ പണ്ടത്തെ പോലെയല്ല, ഈ മുനമ്പം പ്രശ്നവും ഹമാസ് പ്രശ്നമൊക്കെ നല്ല കൂലങ്കഷമായിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഈ രീതിയിൽ പോയാൽ കേരളത്തിൽ കോൺഗ്രസ് തീർന്നു പോകാനാണ് സാധ്യത എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇത് ഈ ബിഷപ്പിൻ്റെ പ്രഖ്യാപനം പ്രിയങ്കയ്ക്കുള്ളൊരു ഇതാക്കിയത് കൂടിയാണ്. കാര്യം വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയൊക്കെ പോയെങ്കിലും ചിലപ്പോൾ ഇനി വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും കേരളത്തിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഈ ഇവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെ ക്രിസ്ത്യൻസിന് BJPയോട് ശത്രുതയൊന്നുമില്ല. അതൊക്കെ തൃശ്ശൂരൊക്കെ നമ്മൾ കണ്ടു. ഈ മാറ്റം ചിലപ്പോൾ ഇനിയുള്ള ഇലക്ഷനുകളിൽ അതൊരു ടെക്ടോണിക് ഷിഫ്റ്റ് തന്നെ ഉണ്ടാക്കിയേക്കാം എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ BJPയോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ ആയിട്ട് ക്രിസ്ത്യൻസിനോ ഒരു പ്രശ്നമില്ല. അപ്പോൾ ശത്രുതയുടെ ആവശ്യമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല, ഈ മോഡിയും അതേപോലെ രാജീവ് ചന്ദ്രശേഖരൻ കൂടി കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ തലവര മാറ്റിമറിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്രിസ്ത്യൻസിൻ്റെ പഴയ ആറ്റിറ്റ്യൂഡ് വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ എങ്ങനെ ഹൈബീഡനൊക്കെ വോട്ട് ചെയ്യും എന്നുള്ളത് വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനൽ TV കാണുന്ന പോലെ എല്ലാവരും വാച്ച് ചെയ്യും. അവരുടെ ഈ കളി ഇതോടുകൂടി അവസാനം. ദ ഗെയിം ഈസ് അപ്പ്.